താങ്കൾ എവിടുത്തെ ആളെങ്കിലും ആയിക്കോട്ടെ, താങ്കൾ ഏത് നാട്ടുകാരെങ്കിലും ആയിക്കോട്ടെ, താങ്കളുടെ വീടും അഡ്രസ്സും തപ്പാനല്ല ഞാൻ നടക്കുന്നത്. ഞാൻ പറയട്ടെ, റാഷിദ് ഇടപെട്, ഞാൻ പറയട്ടെ, താങ്കൾ ഏത് നാട്ടിൽ വേണമെങ്കിലും താമസിച്ചോ. ഞാൻ പറയുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്ത അതാണ് ഞാൻ പറയുന്നത്. കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ പഞ്ചായത്തിലെ ജോസഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ ആത്മഹത്യ കുറിപ്പ് എഴുതി വെച്ചത് പെൻഷൻ കിട്ടാതെ മുടങ്ങിയപ്പോൾ പച്ചക്കറി കടയിലും പലചരക്ക് കടയിലും ഒക്കെ പണം കൊടുക്കാത്തതിന്റെ പേരിലാണെന്ന. താങ്കൾ എവിടെയായിരുന്നു? താങ്കൾ എവിടെയായിരുന്നു? ഒന്നും മിണ്ടാതിരിക്കുന്നത്. ഞാൻ പറയട്ടെ, താങ്കൾ തോന്നിയതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ലേ? കള്ളമാണെങ്കിൽ കേട്ടിരുന്നില്ലേ? ഇനി ഞാൻ സത്യം പറയുന്ന ഒന്ന് കേൾക്കൂ. എന്നെ സുഹൃത്തൊന്നും വിളിക്കുന്നത്, ഞാൻ താങ്കളുടെ സുഹൃത്തൊന്നുമല്ല, ഞാൻ താങ്കളുടെ സുഹൃത്തല്ല, ഞാൻ താങ്കളുടെ സുഹൃത്തല്ല. നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്, എന്ത് സൗഹൃദമാണുള്ളത്? നമ്മൾ തമ്മിൽ പരിചയമുണ്ടാവും. ഞാൻ പറയട്ടെ, അല്ലല്ല, നല്ല തരത്തിലുള്ള അഭിപ്രായം പറയുന്നത് ഇങ്ങനെയാണോ? എനിക്ക് ബന്ധമില്ലാത്ത ആളുകൾ എന്റെ സുഹൃത്ത്, എനിക്ക് സജീഷിനെ പരിചയമുണ്ട്. പറയട്ടെ റാഷിദെ, ഒന്നുകിൽ അദ്ദേഹത്തോടൊന്നും മിണ്ടാതിരിക്കാൻ പറയും. എന്ത് അലമ്പാടി ഞാൻ പറയട്ടെ. സൗഹൃദമുള്ള മനുഷ്യരും ആദ്യം മര്യാദ കാണിക്കണം, പറയാൻ അനുവദിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ ചോദിക്കട്ടെ, താങ്കൾ എനിക്ക് ചാനൽ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുന്നത്. റാഷിദെ, ചാനൽ ചർച്ചയിൽ കണ്ട് പരിചയമുള്ളവരെ പരിചയക്കാരെന്ന് വിളിക്കും. അതിനപ്പുറത്ത് ആഴമുള്ള ബന്ധമുണ്ടെങ്കിൽ സുഹൃത്തെന്ന് വിളിക്കും. എനിക്ക് റാഷിദ് സുഹൃത്തല്ല, ഈ സജീഷിന്റെ സുഹൃത്തല്ല. എനിക്ക് എന്താ ആഴത്തിലുള്ള ബന്ധം? സജീഷ് ഈ ചാനൽ ചർച്ചയിൽ വന്ന് ഞങ്ങൾ തമ്മിൽ തർക്കിക്കുന്നതിനപ്പുറത്തുള്ള